ചേരുന്നു. ആദ്യം ശ്രീ എം എൻ കാരശ്ശേരി, അയോധ്യ ബാബറി മസ്ജിദ് തർക്കം ഏത് തരത്തിലാണ് ഇന്ത്യയെ മാറ്റിമറിച്ചത്, ഇന്ത്യ എങ്ങനെയാണ് മറ്റൊരു ഇന്ത്യയായി മാറിയത് എന്നുള്ളതിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സംഭാലിലെ പുതിയ സംഭവ വികാസങ്ങൾ, സംഘർഷത്തിനു ശേഷം സുപ്രീം കോടതി ഇടപെടലിന് ശേഷവും ഇപ്പോഴും നടക്കുന്ന പുതിയ സൂചനകൾ, അത് ഒരല്പമെങ്കിലും ആശങ്ക നൽകുന്നതാണ്. തീർച്ചയായിട്ടും അല്പമല്ല, വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഷാഹി ജുമാ മസ്ജിദ് 1526 പണിത ഒരു ദേവാലയമാണ്. ആ കൊല്ലം 3-ാം പാനിപ്പത്ത് യുദ്ധം ജയിച്ച് ബാബർ മുഗൾ വംശം സ്ഥാപിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ മാസമാണെന്നാണ് ഞാൻ വായിച്ചത്. അത്രയും പഴക്കമുള്ള പള്ളിയാണ്. അപ്പോ ആ പള്ളി ബാബറുടെ ഉത്തരവ് അനുസരിച്ചാണോ അല്ലേ എന്ന് വ്യക്തമല്ല. അവിടെ അദ്ദേഹത്തിന്റെ ആളുകളാണ് ആ പള്ളി പണിത്. അദ്ദേഹം 1530 മരിച്ചുപോയി. 1745 ഈ പള്ളിയുടെ പണി നടന്നത്. അവിടെ ഉണ്ടായിരുന്ന ഹരിമണ്ഡൽ എന്നു പേരായ ഒരു ക്ഷേത്രം തകർത്തിട്ട് അതിന്റെ തറയിലാണ് ബാബരി പള്ളിയെ പറ്റി ഉണ്ടായ അതേ തരം ഒരു അവകാശവാദം. അപ്പോ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പുരാവസ്തു സംരക്ഷണ നിയമം 1904 അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് സംരക്ഷിക്കുന്ന ഒരു പുരാവസ്തുവാണ് ഷാഹി ജുമാ മസ്ജിദ്. അതിന് 500 കൊല്ലം പഴക്കമുണ്ട്. അത്തരം ഒരു സാധനം, ഒരു സ്ട്രക്ചർ, ഒരു ദേവാലയം, അത് ഏത് മതക്കാരനെ ആണെങ്കിലും അത് ഇവിടുത്തെ പുരാവസ്തു വകുപ്പിന്റെയും ചരിത്രത്തിന്റെയും ഒരു ഇടിവപ്പാണ്. 1745 ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അവിടെ ഹരിമണ്ഡൽ എന്നുള്ള അമ്പലത്തിന്റെ തറയിലാണ്, അത് പൊളിച്ചിട്ടാണ് ഷാഹി ജുമാ മസ്ജിദ് പണിതത്. അപ്പൊ നമുക്കറിയില്ല അത്. അപ്പോ അതൊരു പുരാവസ്തുവാണ്. അത് ഇന്ത്യ ഗവൺമെന്റ് സംരക്ഷിച്ച ഒരു സാധനമാണ് 1904 നിയമം അനുസരിച്ച്. അപ്പൊ ഇത്തരം പല തർക്കങ്ങളുണ്ട്. ഇപ്പൊ ഭൂതകാലം നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. 1991 ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, ആരാധനാലയ സംരക്ഷണ നിയമം എന്നാണ് അതിന്റെ പേര്. അതനുസരിച്ച് അതിൽ പറയുന്നത് 1947 ആഗസ്റ്റ് 15 ആരൊക്കെ ഏതൊക്കെ ദേവാലയങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ അത് യഥാസ്ഥിതി നിലനിർത്തുക, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ ലംഘനമാണ് ഇന്ന് ഉയരുന്ന എല്ലാ അവകാശവാദങ്ങളും. അതിപ്പോ ബാബരി പള്ളിക്ക് ബാധകമാണ്. 1949 തന്നെ നെഹ്റു അടച്ചിട്ട ഒന്നായിരുന്നു ബാബരി പള്ളി. അത് മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ അല്ല, അത് ഈ നാട്ടിലെ പുരാവസ്തു വകുപ്പിന്റേതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടച്ചിട്ടത്. 1986 അദ്ദേഹത്തിന്റെ പേരക്കുട്ടി തന്നെയാണ് അത് തുറന്നു കൊടുത്തത്. അപ്പൊ ആ പള്ളി പൊളിച്ചു, അതിന് മുകളിൽ രാമക്ഷേത്രം പണിതു. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് എന്റെ സങ്കടം എന്താന്ന് വെച്ചാല്, ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അതിദാരിദ്ര്യത്തിൽ പുലരുന്ന കോടികളുണ്ട്. ഭക്ഷണം കിട്ടാത്തവര്, പാർപ്പിടം കിട്ടാത്തവര്, വിദ്യ കിട്ടാത്തവര്, ചികിത്സ കിട്ടാത്തവര്, അങ്ങനെ യാത്രാ സൗകര്യം ഇല്ലാത്തവര്, എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. അനേകം പ്രശ്നങ്ങൾ. അപ്പോ വികസനത്തിന്റെ പ്രശ്നങ്ങൾ, നീതിയുടെ പ്രശ്നങ്ങൾ, വിദ്യയുടെ പ്രശ്നങ്ങൾ, ചികിത്സയുടെ പ്രശ്നങ്ങൾ, സമത്വത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും അല്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ കുറെ കാലം അത് ബാബരി പള്ളിയിലായിരുന്നു, പിന്നെ കുറച്ചു കാലം അത് പശുരാഷ്ട്രീയത്തിലായിരുന്നു, പിന്നെ ഇപ്പൊ വീണ്ടും UP-യിൽ തന്നെ ഷാഹി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ഇത് ഈ നാട്ടില് നിലവിലുള്ള നിയമത്തിന്റെ, ഞാനത് ആവർത്തിക്കുകയാണ്, 1991 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ ലംഘനമാണ് ഇതൊക്കെ. അപ്പോ കഴിഞ്ഞുപോയിപ്പോ ഔറംഗസീബ് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം 1707 മരിച്ചുപോയി, 300 കൊല്ലം മുമ്പ്. അവരൊക്കെ രാജാക്കന്മാരാണ്. അവർക്ക് അധികാരം നിലനിർത്താനോ സമ്പത്ത് നേടാൻ വേണ്ടിയോ ഇനിയിപ്പോ എതിരാളികളെ ധാർമ്മിക ബലം തകർക്കാൻ വേണ്ടിയോ ഒക്കെ അവർ പലതും ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ ഇന്നത്തെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ മറുപടി പറയാ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. കാരണം ചരിത്രം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്താണ്
ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ചില മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ ദേവാലയങ്ങളാണ് എന്ന് വരിക. അപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും എങ്ങനെ നോക്കിക്കാണുന്ന ആലോചിച്ച് നോക്കൂ. എന്തൊരു നാണക്കേടാണ് ഇതൊക്കെ. ഇപ്പൊ യു പിയിലാണെങ്കിൽ വലിയ ശതമാനം നിരക്ഷരതയും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണെന്നാണ് എന്റെ ധാരണ. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആളുകൾക്ക് തൊഴിലില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാർപ്പിടമില്ല. ഇതൊന്നും അല്ല ചർച്ച. അവിടെ ഒരു ക്ഷേത്രം പണിയണം, അല്ലെങ്കിൽ മറ്റേ പള്ളി കയ്യേറണം. ഇപ്പൊ അന്ന് നവംബർ അവസാനത്തെ ആഴ്ചയിൽ 4 5 പേര് മരിച്ചു അവിടുത്തെ വെടിവെപ്പിലും ലഹളയിലും ഒക്കെ. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പ്രാകൃതമായി കാര്യങ്ങൾ കാണുന്ന കൂട്ടരാണ് എന്ന് നമ്മളെപ്പറ്റി പുറത്ത് ഉള്ള ആളുകൾ മനസ്സിലാക്കും. കാരണം മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നമ്മുടെ ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകയും കലാപം ഉണ്ടാക്കുകയും വെടിവെപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ്. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് വലിയ സംശയം തോന്നും. അതുകൊണ്ട് ഇത് BJP-യുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ നാണക്കേടാണ്. നമ്മുടെ ജനാധിപത്യത്തെ എത്രയോ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണിത്. കാരണം തലവെട്ടി കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് രാജാധിപത്യത്തിന്റെ സമ്പ്രദായമാണ്. തല എണ്ണി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ രീതി. ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസുണ്ട്. അതിന്റെ വിധി വരെ ആരും ഒന്നും അനങ്ങാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഒരു ആശ്വാസ വചനമാണ്. അപ്പൊ അവിടെ ബാങ്ക് കൊടുത്തു. അതിന് അവിടുത്തെ മുല്ലയ്ക്കെതിരായിട്ട് ശിക്ഷിച്ചത് 2 ലക്ഷം രൂപയാണെന്നാണ് ഞാൻ വായിച്ചത്. ആലോചിച്ചു എന്താണ് ഇതൊക്കെ. അപ്പോ നമ്മുടെ കോടതികൾ നിഷ്പക്ഷമായി പെരുമാറുന്നില്ല എന്നുണ്ടോ? കോടതികളും പക്ഷം പിടിക്കുന്നുണ്ടോ? കോടതികളും സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും പ്രീണിപ്പിക്കുന്ന വഴിക്ക് പോവുകയാണോ? ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പറ്റി വളരെ മതിപ്പില്ലാതാക്കുന്ന, ജനങ്ങൾക്ക് ആത്മവിശ്വാസം നശിപ്പിക്കുന്ന, ജനങ്ങളിലും വിശ്വാസം നശിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷിതാവസ്ഥ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ശ്രീ